മൂന്നാം മോദി സർക്കാരിൽ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ സ്ഥാനം പിടിച്ചതോടെ തലപ്പത്ത് ഇനിയാര് എന്ന ചോദ്യം കുറച്ചു നാളുകളായി തുടരുകയായിരുന്നു. ശേഷം ഗൗരവമേറിയ ചർച്ചകളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടി വന്നതോടെ അധ്യക്ഷ പദവിയെ സംബന്ധിക്കുന്ന ചർച്ചകൾ ബി.ജെ.പിയിൽ മങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ പകരക്കാരനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഏതാനും ആഴ്ചകൾക്കകം ബി.ജെ.പിയെ നയിക്കാൻ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് എത്തുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. പാർട്ടി അധ്യക്ഷന്റെ ഉത്തരവാദിത്തങ്ങൾ താൽക്കാലികമായി നിർവഹിക്കാനെത്തുന്നയാളെ ആഗസ്റ്റ് അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിത മുഖമാകാൻ ഇടയുണ്ടെന്നും ബി.ജെ.പി. വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. ജെ.പി. നദ്ദയുടെ കാലാവധി കഴിഞ്ഞ ജൂണിൽ അവസാനിച്ചിരുന്നു. മൂന്നാം മോദി സർക്കാരിൽ ആരോഗ്യവകുപ്പ് കൂടി നൽകിയതോടെ നദ്ദ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ പുതിയ പ്രസിഡന്റിനെ നിയമിക്കും വരെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ തുടരാമെന്ന് കഴിഞ്ഞ വർഷം നടന്ന ദേശീയ നിർവാഹക സമിതിയിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ആരോഗ്യം സുപ്രധാന വകുപ്പ് കൂടി ആയതിനാലാണ് നദ്ദയ്ക്ക് സഹായിയായി വർക്കിംഗ് പ്രസിഡന്റിനെ വെക്കാൻ ഇപ്പോൾ നീക്കം നടക്കുന്നത്. 2025 ജനുവരിക്ക് മുൻപായി പുതിയ ബി.ജെ.പി. അധ്യക്ഷന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത കുറവാണ്. ഇതിനാലാണ് വർക്കിംഗ് പ്രസിഡന്റിനെ താൽക്കാലികമായി നിയമിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പാർലമെന്റ് മന്ദിരത്തിൽ മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ യോഗം ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അമിത് ഷാ, ജെ.പി. നദ്ദ, സംഘടനാ ചുമതലയുള്ള ബി.ജെ.പി. ജനറൽ സെക്രട്ടറിയായ ബി.എസ്. സന്തോഷ് എന്നിവരാണ് പങ്കെടുത്തത്. 2 മണിക്കൂർ നീണ്ട യോഗത്തിന് ശേഷം മോദിയും അമിത് ഷായും ഒറ്റയ്ക്കും ചർച്ച നടത്തിയിരുന്നു. വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഈ യോഗങ്ങളിലെല്ലാം പ്രധാന ചർച്ചയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടും വന്നിരുന്നു. ഇന്നലെ മുതൽ മുഴുവൻ സംസ്ഥാന ഘടകം ജനറൽ സെക്രട്ടറിമാരുടെയും യോഗം ഡൽഹിയിൽ നടക്കുന്നുമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി പ്രകടനം തന്നെയാണ് ദ്വിദിന യോഗത്തിന്റെ ഉള്ളടക്കം. ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റിന്റെ കാര്യവും ചർച്ചയാകുമെന്നും റിപ്പോർട്ടുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാന്റെയും ധർമ്മേന്ദ്ര പ്രധാന്റെയും പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇരുവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചതിനാൽ പാർട്ടി തലപ്പത്ത് പുതിയ ഒരാൾ എന്നത് ഉറച്ചമട്ടാണ്. രാജ്നാഥ് സിംഗും അമിത് ഷായും നിതിൻ ഗഡ്കരിക്കും പിന്നാലെ 5ാമനായാണ് ജെ.പി. നദ്ദ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. നദ്ദയുടെ ദേശീയ അധ്യക്ഷ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കെയായിരുന്നു അദ്ദേഹത്തിന് പുതിയൊരു നിയോഗം വന്നത്. 2019 അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതോടെയായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് നദ്ദയുടെ രംഗപ്രവേശം. നദ്ദയുടെ അധ്യക്ഷതയിൽ ബി.ജെ.പിയുടെ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2024. 2014 അമിത് ഷാ തന്നെയായിരുന്നു ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ. മോദിയുടെ 1ാം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നു നദ്ദ. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ബി.ജെ.പിയുടെ തലപ്പത്ത് നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നദ്ദ. ബീഹാർ, യു.പി., കേരള, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകി. 2001 നദ്ദ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2014 അമിത് ഷാ ദേശീയ അധ്യക്ഷനായപ്പോൾ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡിൽ അംഗവുമായി. നിലവിൽ മോദി മന്ത്രിസഭയിൽ ഹിമാചലിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് 63കാരനായ നദ്ദ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഏറെ ദയനീയമാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് RSSും എത്തുമ്പോൾ 1ാം മോദി സർക്കാർ പോലെയോ 2ാം മോദി സർക്കാർ പോലെയോ എളുപ്പമാകില്ല 3ാം മോദി സർക്കാരിന്റെ നീക്കം. രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തിരുത്തിയെഴുതണം. പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയണം. പ്രതിപക്ഷം ശക്തി പ്രാപിച്ചിരിക്കുന്നു. എതിർപ്പുകൾ ശക്തമാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് ഇന്നത്തെ നീതി ആയോഗ് യോഗം പോലും. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള മികച്ച സംഘടനാ സംവിധാനത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇതുവരെയുള്ളതിനേക്കാൾ കേമമായി തന്നെ. ജെ.പി. നദ്ദയ്ക്ക് പകരം പുതിയൊരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചുമതലകൾ ഏറെയാണ്.